ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാധ്യമത്തിൽ കൂടി ദൈവവചനത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ വലിയവനായ ദൈവം അനുവദിച്ചു നൽകിയ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ മാധ്യമത്തിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയാണ്. ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ നാം വന്നെത്തി നിൽക്കുന്ന ഈ കാലഘട്ടം വരെ ചരിത്രത്തെ വിവിധ യുഗങ്ങളാക്കി തരംതിരിച്ച് വിശുദ്ധ വേദപുസ്തകാടിസ്ഥാനത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. അതിൽ ആദ്യത്തെ 4 യുഗത്തെ പറ്റിയുള്ള ലഘു സന്ദേശങ്ങൾ ഞാൻ ഈ മാധ്യമത്തിൽ കൂടി മുമ്പ് പങ്കുവച്ചിരുന്നു. ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് 5-ാമത്തെ യുഗത്തെ പറ്റിയാണ്. വേദപണ്ഡിതന്മാർ ഈ യുഗത്തിന് നൽകിയിരിക്കുന്ന പേർ ന്യായപ്രമാണ യുഗം എന്നാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 3-ാം വാക്യം തുടങ്ങി അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 26-ാം വാക്യം വരെയുള്ള ഉദ്ദേശം 1500ഓളം വർഷത്തെ ചരിത്രമാണ് ഈ യുഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദൈവകൽപ്പന പ്രകാരം മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്ഷ്യൻ രാജാക്കന്മാരായ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനം ദൈവം അവർക്കായി വാഗ്ദത്തം ചെയ്ത കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ജനം എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്നും എങ്ങനെ സമൂഹത്തിൽ പ്രായോഗിക ജീവിതം നയിക്കണമെന്നുമുള്ള ദൈവിക വ്യവസ്ഥകൾ 2 കൽപ്പലകളിലാക്കി സീനായി മലയിൽ വെച്ച് ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് നൽകുന്നതാണ് ഈ യുഗത്തിൻ്റെ തുടക്കം. വേദപുസ്തകത്തിൽ ഇതിൻ്റെ കൃത്യമായ കാലക്കണക്ക് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ചരിത്രത്തിലെ കണക്കനുസരിച്ച് നാം നോക്കുമ്പോൾ ഉദ്ദേശം BC 1446-ലാണ് ഇത് സംഭവിക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങി യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ ഭൂമിയിലേക്കുള്ള ആഗമനം വരെയുള്ള ചരിത്രം ഈ യുഗത്തിൽ അടങ്ങിയിട്ടുണ്ട്. ദൈവത്താൽ വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകുന്ന ജനം ദൈവത്തോട് പുലർത്തേണ്ട മനോഭാവം, ദൈവാലയം, ആരാധനാ രീതികൾ, പൗരോഹിത്യം, യാഗങ്ങൾ, ശബത്ത്, മറ്റു ഉത്സവങ്ങൾ, നേർച്ചകൾ, വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾ തുടങ്ങിയ ദൈവിക വ്യവസ്ഥകളും സമൂഹത്തിൽ ജീവിക്കുന്നവർ എന്ന രീതിയിൽ പ്രായോഗിക തലത്തിൽ പാലിക്കേണ്ട ജീവിത വിശുദ്ധി, സാമൂഹിക നിയമങ്ങൾ, ഭക്ഷണക്രമങ്ങൾ, നഷ്ടപരിഹാരം നൽകേണ്ട രീതികൾ, വാഗ്ദത്ത ദേശം പിടിച്ചടക്കുവാനുള്ള മാനദണ്ഡങ്ങൾ, അവർ നടത്തേണ്ടുന്ന യുദ്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ദൈവം ഇവർക്ക് മോശയിൽ കൂടി മുൻകൂട്ടി വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം തുടങ്ങി പഠിച്ചാൽ ആധുനിക ക്രൈസ്തവ ലോകം 10 കൽപ്പനകൾ എന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തിന് മോശയിലൂടെ നൽകുന്ന ന്യായപ്രമാണത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിലൊന്ന്, വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമ അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. 2-ാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കും. 3-ാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്. തൻ്റെ നാമം വൃഥ എടുക്കുന്നവരെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. 4-ാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ ശബ്ബത്ത് നാൾ ശുദ്ധീകരിച്ച് ആചരിക്കുക. 5, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാനും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. 6, കൊല ചെയ്യരുത്. 7, വ്യഭിചാരം ചെയ്യരുത്. 8, മോഷ്ടിക്കരുത്. 9, കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. 10, കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്. കൂട്ടുകാരൻ്റെ ഭവനത്തെയും നിലത്തെയും അവൻ്റെ വേലക്കാരനെയും വേലക്കാരത്തിയെയും അവൻ്റെ കാളയോ കഴുതയോ കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്.
യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ 10 കൽപ്പനകളെ 2 കൽപ്പനയിൽ ഒതുക്കി ജനത്തോട് പറഞ്ഞു കൊടുക്കുന്നത് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37 തുടങ്ങി 39 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊന്ന്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അതായത് സമ്പൂർണമായ ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ട ജീവിതം ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ 4 കൽപ്പനകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതും കാണുവാൻ സാധിക്കും. 2, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന ഒറ്റ വാക്യത്തിൽ ഒടുവിലത്തെ 6 കൽപ്പനകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതും കാണുവാനായിട്ട് സാധിക്കും. അതായത് ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ്റെ സമൂഹ ബന്ധം എങ്ങനെയായിരിക്കണമെന്നാണ് 2-ാമത്തേതിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇതിൽ 1-ാമത്തെ കൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒരു ആത്മീക സത്യം പങ്കുവച്ചതിന് ശേഷം ഞാൻ ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മോശയ്ക്ക് ദൈവം 2 കൽപ്പനകളിലായി ഈ കൽപ്പന നൽകി. സീനായി പർവ്വതത്തിൽ നിന്ന് മോശെ ഇസ്രായേൽ ജനത്തിനിടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ആദ്യ കൽപ്പനയുടെ ലംഘനമാണ്. അവർ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ഉത്സവം ആചരിക്കുകയാണ്. അന്ന് തന്നെ ദൈവിക ന്യായവിധി ആ സമൂഹം ഏറ്റെടുക്കേണ്ടി വന്നു. ഏകദേശം 3000-ഓളം ഇസ്രായേലിയർ ദൈവിക ന്യായവിധിയാൽ കൊല്ലപ്പെടുവാൻ ഇടയായിത്തീർന്നു. എന്തുകൊണ്ടാണിത്? ഞാനിങ്ങനെ പറയട്ടെ. വിഗ്രഹാരാധനയെ ദൈവം പൂർണ്ണമായും വെറുക്കുന്നു. ഒരു സ്മരണയ്ക്കെന്ന് പറഞ്ഞു, ദൈവത്തെങ്കിലേക്ക് മനസ്സ് ഏകാഗ്രമാക്കുവാൻ എന്ന് പറഞ്ഞു, ഒരു ദൈവിക സങ്കല്പം എന്ന് പറഞ്ഞു, ഇതിൽ ഏതുമാകട്ടെ ഒരു വിഗ്രഹത്തിന് മുമ്പിൽ നടത്തുന്ന ആരാധനാ രീതി ദൈവം പ്രസാദിക്കുന്നതല്ല. ദൈവം വിഗ്രഹാരാധനയെ അനുകൂലിച്ചോ പ്രോത്സാഹിപ്പിച്ചോ ദൈവവചനത്തിൽ ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ല. മറിച്ച് ദൈവം വിഗ്രഹാരാധനയെ വെറുക്കുന്നു എന്ന് അനേക സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ചില തെളിവുകൾ മാത്രം ദൈവവചനാടിസ്ഥാനത്തിൽ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്ന്, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 18-ാം വാക്യവും 5-ാം അധ്യായം 8-ാം വാക്യവും പഠിച്ചാൽ, യാതൊന്നിൻ്റെയും രൂപം ഉണ്ടാക്കരുത്. ഇഴജാതി, വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിൻ്റെയും, ആകാശ സൈന്യമായ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇവയെ നമസ്കരിക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമ അരുത്. ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. സൃഷ്ടിയെ അല്ല, സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. 2, ലേവ്യ പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യം, 26-ാം അധ്യായം 1-ാം വാക്യം, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 23, 24, 25-ാം വാക്യം, ആവർത്തന പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങൾ വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, അവയുടെ അടുക്കിലേക്ക് തിരിയുകയോ അവയെ നമസ്കരിക്കുകയോ ചെയ്യരുത്. 3, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 24-ാം വാക്യം, 34-ാം അധ്യായം 13-ാം വാക്യം, സംഖ്യാപുസ്തകം 33-ാം അധ്യായം 52-ാം വാക്യം, ആവർത്തന പുസ്തകം 7-ാം അധ്യായം 5-ാം വാക്യം. വിഗ്രഹത്തെ നശിപ്പിച്ചു കളയണം, അല്ലെങ്കിൽ അവയെ തകർത്ത് കളയണം. 4, വിഗ്രഹത്തെ ഉണ്ടാക്കി നമസ്കരിക്കുന്നവർ ശപിക്കപ്പെട്ടവർ എന്ന് ആവർത്തന പുസ്തകം 27-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കും. 5, വിഗ്രഹാരാധന പാപമാണ് എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കും. 6, വിഗ്രഹാരാധന ദൈവത്തെ കോപിപ്പിക്കുന്നതാണ്. സങ്കീർത്തനം 78-ാം അധ്യായം 58-ാം വാക്യത്തിൽ കാണുന്നു. 7, വിഗ്രഹത്തിൽ ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകും. യെശയ്യാപ്രവചനം 42-ാം അധ്യായം 17-ാം വാക്യത്തിലും 44-ന്റെ 9-ാം വാക്യത്തിലും 45-ന്റെ 16-ാം വാക്യത്തിലും കാണുവാൻ സാധിക്കും. 8, വിഗ്രഹാരാധനയിൽ നിന്ന് തിരിയുവിനെന്ന് യെഹെസ്കേൽ പ്രവചനം 14-ാം അധ്യായം 6-ാം വാക്യത്തിലും 36-ാം അധ്യായം 25-ാം വാക്യത്തിലും കാണുവാൻ സാധിക്കും. 9, വിഗ്രഹാരാധന വിട്ട് ഓടുവിൻ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 14-ാം വാക്യം, 1 യോഹന്നാൻ 5-ാം അധ്യായം 21-ാം വാക്യം. 10-ാമത്തെ പ്രയോഗം, വിഗ്രഹം ദൈവാലയത്തെ അശുദ്ധമാക്കുന്നു എന്ന് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 16-ാം വാക്യത്തിലും യെരമ്യാ പ്രവചനം 32-ാം അധ്യായം 34-ാം വാക്യത്തിലും കാണുവാൻ സാധിക്കും. 11, അപ്പോസ്തലനായ പത്രോസ്
മറ്റനേക പാപങ്ങളോട് ചേർത്ത് വിഗ്രഹാരാധനയെയും പറ്റി പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. 1 പത്രോസ് 4:3 കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ച് കാലം പോക്കിയതും മതി. ഇങ്ങനെ അനേക പ്രയോഗങ്ങൾ വിഗ്രഹാരാധനയെ എതിർത്തുകൊണ്ട് ദൈവവചനം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ യുഗങ്ങളുടെ ആരംഭത്തിലേക്ക് കടന്ന് നാം പഠിക്കുകയാണെങ്കിൽ ലോകത്ത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നതും അങ്ങനെയുള്ള ആരാധനാ രീതിയെ പ്രോത്സാഹിപ്പിക്കുന്നതും അത്തരം ആരാധന അനുവർത്തിക്കുന്നതുമായ സംസ്കാരവും നിലനിന്നിരുന്നു. ഇന്നത്തെ പോലെ പ്രാചീന കാലത്തും വിഗ്രഹാരാധന ചിലർ ഭക്തിയിൽ അറിയാതെ ചെയ്യുമ്പോൾ മറ്റു ചിലർക്കതൊരു വരുമാന മാർഗമായിരുന്നു. നാം വസിക്കുന്ന ഈ കാലഘട്ടത്തിലും വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എത്രയോ പ്രശ്നങ്ങളാണ് സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവിക ശക്തി പ്രതിഫലിക്കുന്നതോ ദൈവം വസിക്കുന്നതോ മനുഷ്യനിർമ്മിതമായ വിഗ്രഹങ്ങളിലോ ആലയങ്ങളിലോ അല്ല. ദൈവം ഇന്ന് വസിപ്പാൻ ആഗ്രഹിക്കുന്നത് ജനമനസ്സുകളിലാണ്. അപ്പോസ്തല പ്രവൃത്തി 17:25 ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ദൈവം ഇന്ന് വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യനിലാണ്. അതായത് 1 കൊരിന്ത്യർ 6:19-20 യഥാർത്ഥ ആരാധന ശരീരത്തെ ദൈവപ്രസാദത്തിനായി സമർപ്പിക്കുക എന്നതാണ്. റോമാലേഖനം 12:1 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. പ്രധാനമായും ഇസ്രായേൽ ജനം തന്നെയാണ് ഈ യുഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവർ എപ്പോഴൊക്കെ യഥാർത്ഥ ദൈവഭക്തി വിട്ട് മിഥ്യാമൂർത്തികളിലേക്കും അന്യ ദൈവങ്ങളിലേക്കും വിഗ്രഹാരാധനയിലേക്കും തിരിഞ്ഞിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ശിക്ഷാവിധി അവർ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാലാകാലങ്ങളിലായി ദൈവത്താലുള്ള പ്രവാചകന്മാരെ അവർ മടങ്ങി വരവിന് വേണ്ടി ദൈവം അവർക്ക് നൽകി. എന്നാൽ ദൈവശബ്ദം അവഗണിച്ച അവർ നിന്ദയ്ക്കും പരിഹാസത്തിനും കൂക്കലിനും വിഷയമായി തീർന്നിട്ടുണ്ട്. അവരുടെ വാഗ്ദത്ത ദേശം അവർക്ക് നഷ്ടമായി. അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ചിതറിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് യഹൂദന്മാർ ശത്രുക്കളാൽ കൊല്ലപ്പെടുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഇതിന് കാരണം ഒന്നേയുള്ളൂ, അവർ ദൈവകൽപ്പനയെ അഥവാ ന്യായപ്രമാണത്തെ അവഗണിച്ച് ദൈവത്തെ മറുത്ത് അന്യദൈവങ്ങളിലേക്ക് മനസ്സുവെച്ചു. യെശയ്യാപ്രവചനം 42:8 പ്രവാചകനിലൂടെ ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ യഹോവ, അതുതന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യയിലുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, 2 കൊരിന്ത്യർ 6:16 ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവനിൽ വസിക്കും, അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും. ആരെക്കുറിച്ചാണ് ഇങ്ങനെ പരാമർശം നടത്തിയിരിക്കുന്നത്? തൊട്ട് മുൻ വാക്യത്തിൽ അതിൻ്റെ വിശദീകരണം കാണുവാനായിട്ട് സാധിക്കും. വിഗ്രഹങ്ങളുടെ അടുക്കൽ നിന്ന് തിരിഞ്ഞ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്നവരോട് ദൈവം പറയുകയാണ്, നിങ്ങൾ അന്യ ദൈവത്തിങ്കിൽ നിന്ന് തിരിഞ്ഞതുകൊണ്ട് എൻ്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങളുടെ ഇടയിൽ പാർക്കും. സ്നേഹിത, ഞാനിങ്ങനെ പറയട്ടെ, ഈ മുഴു പ്രപഞ്ചത്തെയും ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സൃഷ്ടിച്ച, എന്നെയും താങ്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം കേവലം ഒരു ശ്വാസത്തിന് തുല്യമായ എൻ്റെയോ താങ്കളുടെയോ ഭാവനയിൽ ഒതുക്കുവാൻ പറ്റുന്നതല്ല. നമ്മുടെ കരവിരുതിനാൽ രൂപപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒന്നല്ല ദൈവം. എന്നാൽ ആ മഹാനായ ദൈവം എൻ്റെ ഉള്ളിൽ അഥവാ ഹൃദയമാകുന്ന ആലയത്തിൽ വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനാണ്. താങ്കളുടെ ഹൃദയത്തിൻ്റെ വാതിൽ ദൈവത്തിനായി തുറന്നു കൊടുത്ത് സത്യദൈവ വിശ്വാസിയായി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ന്യായപ്രമാണ യുഗം ദൈവത്തിന് മനുഷ്യരോടായി പറയുവാനുള്ള സന്ദേശം ഇതാണ്. ദൈവിക ആലോചന കേൾക്കുക,
ദൈവത്തെ അനുസരിക്കുക, ദൈവ ഇഷ്ടത്തിന് ജീവിക്കുക. ദൈവം അനുവദിച്ചാൽ ഈ യുഗത്തിൻ്റെ തുടർചിന്തകൾ ഞാൻ മറ്റൊരു സന്ദേശത്തിൽ പങ്കുവെക്കുന്നതായിരിക്കും. ഒരു ചോദ്യത്തോടു കൂടെ ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കട്ടെ. സ്നേഹിത, താങ്കൾ സർവസൃഷ്ടിക്കും കാരണഭൂതനായ, താങ്കളെ സ്നേഹിക്കുന്ന സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ ഈ മഹാനും ഭയങ്കരമായ ദൈവത്തെ ഈ ജീവിതയാത്രയിൽ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടോ? ഇതിനുള്ള ഉത്തരം താങ്കൾ തന്നെ കണ്ടെത്തുക. ഈ സന്ദേശം അതിനൊരു മുഖാന്തരമാകട്ടെ. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. അവൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.